അല്ല, ആരിത്? ജോമിയോ? വാ വാ, കയറിയിരിക്കും. അങ്കിൾ, അലക്സ് ഇല്ലേ ഇവിടെ? ഉണ്ടല്ലോ. അലക്സേ, മോനെ അലക്സേ, ഇതാരാ വന്നേന്ന് നോക്കിയേ. വേണ്ട അങ്കിൾ, അവനെ വിളിക്കണ്ട. സത്യത്തിൽ ഞാൻ അവനെ കാണാനല്ല വന്നത്, അങ്കിളിനെ കാണാനാണ്. ആണോ? എന്നാ വാ, വന്ന കാലിരിങ്ങനെ പുറത്തു നിൽക്കാതെ മോൾ അകത്തേക്ക് കയറിയിരിക്കും. എന്താ മോളെ പ്രശ്നം? മുത്തശ്ശൻ അറിയില്ലേ അലക്സിന്റെ വയലിൻ വായനയെ കുറിച്ച്? ഓ, അവൻ വയലിൻ വായനയിൽ മിടുക്കനാണല്ലോ. എന്തു പറ്റി? സ്കൂളിലെ ഇത്തവണത്തെ വയലിൻ കോമ്പറ്റീഷനിൽ അവൻ പങ്കെടുക്കുന്നില്ല പോലും. അതെന്തു പറ്റി? അറിയില്ല അങ്കിൾ, അങ്കിൾ ഒന്ന് അവനോട് സംസാരിക്കണം. അവൻ പങ്കെടുത്താൽ അവന് ഫസ്റ്റ് ഉറപ്പാണ്. വാ, നമുക്ക് ഇപ്പോൾ തന്നെ അവനോട് സംസാരിക്കാം. അലക്സൂട്ടാ, ഇവൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നീ ഇത്തവണ വയലിൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നില്ലേ? എനിക്കതിൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല മുത്തശ്ശ. നീ ഇതിനു വേണ്ടിയല്ലേടാ ഒരു മാസം മുടങ്ങാതെ വയലിൻ പ്രാക്ടീസ് ഒക്കെ ചെയ്തത്. നന്നായി വായിക്കുന്നുമുണ്ടായിരുന്നല്ലോ. പിന്നെന്ത് പറ്റി? നിന്നേക്കാൾ നന്നായി വായിക്കുന്ന വേറെ ആരും തന്നെ കൂടിയില്ല എന്നാണ് ജോമിയ പറഞ്ഞത്. അതെ അലക്സ്, നീ എന്തായാലും പങ്കെടുക്കണം. നിനക്ക് ഫസ്റ്റ് ഉറപ്പാണ്. എന്നാലൊന്ന് ശ്രമിച്ചു നോക്കാം, അല്ലേ? താങ്ക് യു അലക്സ്. രാവിലെ തന്നെ വെറും വയറ്റിൽ പുഴു അടിക്കാതെ ടോമി. പുഴു അടിച്ചതല്ല, വേണേലും മുന്തിരിക്കുട്ടനോട് ചോദിച്ചു നോക്ക്. സത്യമാണ്, ഇവനാണ് അറിയാതെ കാൽവൈദ്യ കുളത്തിൽ വീണ എന്നെ ഒരു കയറിൽ കരക്കി പിടിച്ച് കയറ്റിയത്. നുണ, രണ്ടാളും കണക്കാ. ചക്കിക്കൊത്ത ചങ്കരന്മാർ. ഒരു ബക്കറ്റ് വെള്ളം മര്യാദയ്ക്ക് പൊക്കാൻ പറ്റാത്ത ടോമിയാണ് മുന്തിരിക്കുട്ടനെ ഒറ്റയ്ക്ക് കയറി വലിച്ച് കരക്കി കയറ്റിയെന്ന് പറയുന്നത്. വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മക്കളെ. നിങ്ങൾ എന്താണ് ടോമി പറയുന്നത് വിശ്വസിക്കാത്തത്? മുങ്ങിത്താന്നു പോയ തന്റെ കൂട്ടുകാരനെ രക്ഷിച്ച ടോമിയെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? അങ്കിളും ഇവരുടെ നുണക്കഥ വിശ്വസിച്ചോ? അവർ പറഞ്ഞത് എവിടെയാണെന്നൂടാ. ടോമിക്ക് എങ്ങനെയാണ് മുന്തിരിക്കുട്ടനെ രക്ഷിക്കാനുള്ള ശക്തി കിട്ടിയത് എന്നല്ലേ നിങ്ങളുടെ സംശയം? ആ സമയം നിങ്ങൾ ആരെങ്കിലും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല. ടോമിക്ക് സഹായത്തിനായി ആരെയെങ്കിലും കിട്ടിയിരുന്നോ? ഞാൻ നോക്കിയിരുന്നു, പക്ഷെ ആരെയും കണ്ടില്ല. യെസ്, അതുകൊണ്ട് തന്നെ അവന് മാത്രമേ മുന്തിരിക്കുട്ടനെ രക്ഷിക്കാൻ കഴിയൂ എന്നൊരു ബോധം അവന് വന്നു. അവനത് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു അവനിൽ തന്നെ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവന് മുന്തിരിക്കുട്ടനെ ഒറ്റയ്ക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. നമ്മൾ നമ്മളെയാണ് എന്ത് കാര്യത്തിലും ആദ്യം വിശ്വസിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് ടോമി നമ്മെ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. സോറി ടോമി, ഞങ്ങൾ നിന്നെ മനസ്സിലാക്കിയില്ല. നീയൊരു ഹീറോ തന്നെ. യെസ്, സൂപ്പർ ഹീറോ ടോമി.
പശു. പാലു തരും പശു പൂവാലി പശു, ആലയിലുള്ള പശു. അമ്മ കറക്കും നേരത്ത് പാല് ചുരത്തും പൂവാലി. അമ്മ കറക്കും നേരത്ത് പാല് ചുരത്തും പൂവാലി. അരികത്തുള്ളൊരു കുഞ്ഞി പശുവിന് ഉമ്മ കൊടുക്കും പൂവാലി. അരികത്തുള്ളൊരു കുഞ്ഞി പശുവിന് ഉമ്മ കൊടുക്കും പൂവാലി. എന്റെ പശു, എന്റെ പശു, എന്റെ നല്ല പശു. പാലും പുളിപ്പിച്ചമ്മ എനിക്കായി ചോറിന് കൂട്ടാൻ തൈര് തരും. പാല് പുളിപ്പിച്ചമ്മ എനിക്കായി ചോറിന് കൂട്ടാൻ തൈര് തരും. തൈര് കടഞ്ഞ് വെണ്ണ തരും, പിന്നെ എനിക്കായി മോര് തരും. തൈര് കടഞ്ഞ് വെണ്ണ തരും, പിന്നെ എനിക്കായി മോര് തരും. പാവം കുഞ്ഞി പശു അത് നോക്കി പാലും പൊക്കി പായും. പാവം കുഞ്ഞി പശു അത് നോക്കി പാലും പൊക്കി പായും. എന്റെ പശു, എന്റെ പശു, എന്റെ നല്ല പശു. കുഞ്ഞി പശുവിന് തൊടികളിലെല്ലാം തുള്ളിച്ചാടി നടന്നിടാം. കുഞ്ഞി പശുവിന് തൊടികളിലെല്ലാം തുള്ളിച്ചാടി നടന്നിടാം. കുഞ്ഞാണല്ലോ ഞാൻ വീട്ടിൽ തന്നെയിരുന്നു പഠിക്കണം. കുഞ്ഞാണല്ലോ ഞാൻ വീട്ടിൽ തന്നെയിരുന്നു പഠിക്കണം. ആലയിലുള്ളൊരു കുഞ്ഞി പശുവിനെ ഞാനും നോക്കിയിരിക്കും. ആലയിലുള്ളൊരു കുഞ്ഞി പശുവിനെ ഞാനും നോക്കിയിരിക്കും. എന്റെ പശു, എന്റെ പശു, എന്റെ നല്ല പശു. എന്റെ പശു, എന്റെ പശു, എന്റെ നല്ല പശു. പണ്ടു പണ്ടൊരു കാട്ടിൽ ഒരു കുരങ്ങൻ ഭാഗവതർ ജീവിച്ചിരുന്നു. ആ കാട്ടിലെ വലിയ പാട്ടുകാരനായിരുന്നു കുരങ്ങൻ ഭാഗവതർ. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ. മണ്ണിനും വിണ്ണിൻ്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസാധാന കൈവല്യമേ. സംഗീതമേ അമര സല്ലാപമേ. ആ അറേ വാ, എന്താ താളം, എന്താ ഭാവം. അല്ല, ആരിത്? എന്താണ് ഈ പാവം ഭാഗവതരുടെ വീട്ടിലേക്കൊക്കെ? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയാമോ? അതെന്താ ഭാഗവതരെ അങ്ങനെ ഒരു വർത്തമാനം? പണ്ട് നടന്നതൊന്നും അത്ര എളുപ്പം മറക്കുന്നവനല്ല ഈ കുരങ്ങൻ ഭാഗവതർ. അത് വിവരമില്ലാത്ത സമയത്ത് എന്തെങ്കിലും പറഞ്ഞുവെന്ന് വെച്ച് ഭാഗവതർ ഇപ്പോഴും അതെല്ലാം മനസ്സിൽ വെച്ച് നടക്കുകയാണോ? ഞാൻ പണ്ട് മഞ്ചാടിപ്പാറയുടെ മുകളിൽ വെച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ എന്നെ കളിയാക്കി വിട്ടവരെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ നാട് വിട്ടതുകൊണ്ട് ഞാൻ ഇന്ന് ഈ നിലയിലായി. ഒന്നും മറക്കില്ല രാമ. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ കുരങ്ങുകൾക്ക് മരത്തിൽ കയറി മലക്കം മറിയാൻ മാത്രമല്ല പാടാനും അറിയാമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? പാടാൻ അറിയാമെന്ന് മനസ്സിലായി, മലക്കം അറിയാൻ അറിയോ? കാണട്ടെ. ഏതാ ഇവൻ? എന്റെ മകനാണ്, കുറച്ച് വികൃതി ഉണ്ടെന്നേ ഉള്ളൂ.
ഭാഗവതരുടെ ശിഷ്യനാക്കാൻ കൊണ്ടുവന്നതാ. എന്റെ ശിഷ്യനാക്കാനോ? അതെ, പറ്റില്ല എന്ന് മാത്രം പറയരുത്. മഹാവികൃതിയും കുസൃതിക്കാരനുമായ ഇവനെ മിടുക്കനാക്കി എടുക്കാൻ അങ്ങേക്ക് സാധിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ അങ്ങയുടെ പാട്ടും കൂടിയായ പിന്നെ അവനെ തോൽപ്പിക്കാൻ ഈ കാട്ടിൽ ആർക്കും കഴിയില്ല. അല്ല, അത് ഈ കാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നിനക്ക് വേറെ ഒരു കാര്യം അറിയാമോ? ഇല്ല, എന്താ? 12 കൊല്ലം കുഴലിലിട്ട് നിവരാത്ത ഒരു നായയുടെ വാൽ ഞാൻ എന്റെ ഒറ്റ പാട്ടുകൊണ്ട് നിവർത്തിയെടുത്തിട്ടുണ്ട്. ഓ, ഭയങ്കരം തന്നെ. പാട്ട് കേട്ട് നായ വടിയായി കാണും, അപ്പോ വാല് വടി പോലെ നിന്നു. ഇതല്ലേ സത്യം? യവനെ ഞാൻ ക്ഷമിക്ക് ഭാഗവതരെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഇവന് മഹാവികൃതിയാ. ഭാഗവതർ തന്നെ വേണം ഇവനെ നന്നാക്കി എടുക്കാൻ. സ്വന്തം കുഞ്ഞിനെ പറ്റിയുള്ള നിങ്ങളുടെ സങ്കടം ഞാൻ മനസ്സിലാക്കുന്നു. ധൈര്യമായി പോവുക. ആമക്കുട്ടനെ ഒരു ശിഷ്യനായി ഞാൻ ഇവിടെ നിർത്തി അവനെ മിടുക്കനാക്കുന്ന കാര്യം ഈ ഭാഗവതർ ഏറ്റു. എന്താ പോരെ? ഇതും പറഞ്ഞ് അച്ഛനാമ അവിടെ നിന്നും നടന്നുപോയി. അച്ഛൻ തന്നെ തനിച്ചാക്കി പോകുന്നത് സങ്കടത്തോടെ നോക്കി നിന്നു നമ്മുടെ ആമക്കുട്ടൻ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഓ, പണിയെടുത്ത് മടുത്തു. രാവിലെ തന്നെ ഒരു ലോഡ് പണിയും തന്ന് ക്ലാസ് എടുക്കാനെന്ന പേരിൽ ഇവിടെ നിന്ന് എന്നും മുങ്ങുന്ന കുരങ്ങൻ ഭാഗവതരെ കൊണ്ട് തോറ്റു. എനിക്ക് വയ്യ ഇങ്ങനെ ചത്തു പണിയെടുക്കാൻ. വീട്ടിലായിരുന്നേനെ ഇപ്പൊ കളിച്ച് നടക്കാമായിരുന്നു. എന്താടാ ആമക്കുട്ട, പണിയെടുക്കാതെ ഒരു കുശുകുശുപ്പ്? ആശാൻ എന്താ എന്നും ഇത്ര താമസിക്കുന്നത്? ആ, അത് പിന്നെ ഓരോ വീട്ടിലും ഓരോ സമയത്തല്ലേ ക്ലാസ്, പിന്നെ അവരുടെ സൽക്കാരം, അങ്ങനെ അങ്ങനെ. ഓ, അപ്പൊ മൂക്കറ്റും കയറ്റിട്ടാ വരുന്നത് അല്ലേ? ഞാനിവിടെ ഒരാൾ എന്തെങ്കിലും കഴിച്ചിട്ട് ദിവസങ്ങളായി. അറിയാമോ എന്താ ഈ ഭരണിയിൽ? എനിക്ക് കഴിക്കാനുള്ളത് വല്ലതുമാണോ? ആ, ഏയ് അല്ലല്ല, എന്തായാലും നീ ഇതിൽ തൊട്ടു പോരുത്. എന്നാലും എന്തായിരിക്കും ആ ഭരണിയിൽ? വല്ല പാൽ പായസം ആയിരിക്കുമോ? എന്നാൽ ഞാൻ പോയി വൈകുന്നേരം വരാം. പറഞ്ഞ പണികളെല്ലാം ഞാൻ വരുമ്പോഴേക്കും തീർത്തു വെക്കണം. അതൊക്കെ ഞാൻ ചെയ്തു വെക്കാം ആശാനെ. പക്ഷേ ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്ത് കാര്യം? ആ ഭരണിയിൽ എന്താണ്? നല്ല മണമുണ്ടല്ലോ. ഇന്നലെ കരടിച്ചേട്ടൻ തന്നത് ഈത്തപ്പഴമാണെന്ന് ഇവൻ അറിഞ്ഞ കുഴപ്പമാണ്. വരുമ്പോഴേക്കും ഭരണി കാലിയായിരിക്കും. ആ, ഐഡിയ. എടാ, ഇത് കുറച്ച് വിഷക്കായികളാണ്. വിഷചികിത്സയ്ക്ക് മരുന്നുണ്ടാക്കാൻ പാമ്പുവേലായുധൻ ഏൽപ്പിച്ചതാ എന്നെ. ഇന്ന് രാത്രി ഇതുവഴി പോകുമ്പോൾ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്നോട് ഇതിൽ തൊട്ടുപോകരുതെന്ന് ഞാൻ പറഞ്ഞത്. ദൈവമേ, പറഞ്ഞത് നന്നായി. ഞാനിപ്പോ അതെടുത്ത് കഴിച്ചേനെ. ഇനി എന്തായാലും അതിന്റെ അടുത്തേക്ക് പോലും ഞാൻ പോകില്ല. ഗുഡ് ബോയ്. എന്നാൽ ഞാൻ പോട്ടെ. ഇതും പറഞ്ഞ് കുരങ്ങൻ ഭാഗവതർ നടന്നുപോയി. എനിക്ക് മനസ്സിലാവാത്തത് അതല്ല, ഈ പാമ്പ് വേലായുധൻ എങ്ങനെയാ വിഷക്കായകളെ കൊണ്ട് വിഷചികിത്സയ്ക്ക് മരുന്നുണ്ടാക്കാൻ പോകുന്നത്? എന്തായാലും ഭരണി തുറന്ന് ആ വിഷക്കായകൾ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ഹായ്, ഈത്തപ്പഴം. അട കള്ളം ഭാഗവതരെ, എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ. ഇനി എന്തായാലും ഇതിൽ നിന്ന് ഒരു ഈത്തപ്പഴം പോലും ഭാഗവതർക്ക് കൊടുക്കില്ല. ഞാൻ മുഴുവനും കഴിക്കും.
മനസ്സിലാക്കിയ ആമക്കുട്ടൻ തറയിൽ ബോധം കെട്ടതുപോലെ കിടന്നു. ഇത് കണ്ടുവന്ന കുരങ്ങൻ ഭാഗവതർ ഞെട്ടി. മോനെ ആമക്കുട്ട എന്ത് പറ്റിയടാ? എന്നോട് പൊറുക്കണം. ആ വിഷക്കായകൾ കഴിച്ച് ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. ഞാൻ ആർക്കും ഒരു ഭാരമാകുന്നില്ല. എന്ത്? അത് മുഴുവൻ നീ കഴിച്ചോ? അതെ ആശാനെ, മുഴുവൻ ഞാൻ കഴിച്ചു. ഞാൻ ഇപ്പോ മരിക്കും. എന്നോട് ക്ഷമിക്കൂ. എവനെ ഞാൻ? അയ്യോ, തല്ലല്ല ആശാനെ. വിശന്നിട്ട് കണ്ണു കാണാൻ പറ്റാഞ്ഞിട്ടാ. സോറി. സാരമില്ല, എല്ലാം എന്റെ തെറ്റാണ്. അത് ഈന്തപ്പഴമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി നീ ഒന്നെങ്കിലും ബാക്കി വെക്കുമായിരുന്നു. ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടി നിന്നോട് ഞാനത് വിഷക്കായ്കളാണെന്ന് കള്ളം പറഞ്ഞത് കൊണ്ടാണ് അത് കഴിക്കാൻ എനിക്ക് യോഗമില്ലാതെ പോയത്. ഇതിലൂടെ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു. അത് നിന്നോട് കൂടി പറയുകയാണ്. കള്ളം പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. പണ്ടൊരു കാട്ടിൽ ഒരു ദുഷ്ടനായ കുറുക്കൻ താമസിച്ചിരുന്നു. ഹായ്, ഒരു മുഴുത്ത മാനല്ലേ അത്. ഇവനെ പിടിച്ചാൽ കുറച്ചു ദിവസത്തേക്കുള്ള കാര്യം കുശാലാവും. സ്പീഡിൽ ഓടുന്ന മാനിനെ ഉണ്ടോ കുറുക്കനെ പിടിക്കാൻ കിട്ടുന്നു? മാൻ ഓടി കാട്ടിലേക്ക് മറിഞ്ഞു. മാനിന്റെ പൊടി പോലും കുറുക്കന് കിട്ടിയില്ല. അമ്മേ, എന്തൊരു ഓട്ടമാണ്. അടുത്ത ഒളിമ്പിക്സിൽ പോയി മത്സരിക്ക്. ഫസ്റ്റ് ഉറപ്പാ. അമ്മേ. തവളയെ കണ്ടതും കുറുക്കൻ സ്വയം പറഞ്ഞു, ഒന്നിൽ പിഴച്ചാൽ രണ്ടെന്നാണല്ലോ ചൊല്ല്. തവളയെങ്കിൽ തവള. വിശന്നിട്ട് വയ്യ. അവര് കുളത്തിലേക്ക് ചാടുന്നതിന് മുന്നേ തന്നെ ചാടിപ്പിടിക്കണം. ഇതുപോലെ ഒരു 10-20 എണ്ണത്തിനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇന്നത്തെ വിശപ്പിനൊരു ആശ്വാസമായേനെ. ഇത് മൂക്കിൽ വലിക്കാൻ പോലും ഇല്ലല്ലോ. പെട്ടെന്നാണ് തവളകൾ കുറുക്കനെ കണ്ടത്. കുറുക്കനെ കണ്ടതും തവളകൾ കുളത്തിലേക്ക് എടുത്തു ചാടി. പുറകെയായി കുറുക്കനും. കുറുക്കൻ കുളത്തിലേക്ക് വീണു. മാൻ അൽഫാമും പോയി, തവള ഫ്രൈയും പോയി. ഇനി പച്ചവെള്ളം തന്നെ ശരണം. അമ്മേ. കാട്ടിലെ ഒരു മൃഗത്തിനും ഈ പാവം എന്നോട് ഒരു സ്നേഹവുമില്ല. ആരും എന്റെ അടുത്ത് പോലും വരുന്നില്ല. നീ എന്തിനാ കുരങ്ങച്ചാ ചിരിച്ചത്? നിന്റെ അടുത്തേക്ക് ആരും വരാത്തത് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ബ്രോ. പിന്നെ എല്ലാവർക്കും അവരവരുടെ ജീവിതമല്ലേ വലുത്. നിന്നെ ഞാൻ. കുരങ്ങൻ ചില്ലകളിൽ നിന്നും ചില്ലകളിലേക്ക് ഓടി മറഞ്ഞു. അങ്ങനെ കുറുക്കൻ വീണ്ടും നിരാശനായി നടക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അങ്ങനെ നിരാശയോടെ നടക്കുമ്പോഴാണ് ഒരു ഗുഹ കുറുക്കന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എടാ, നമുക്കിനി നാളെ കാണാം. എന്നാൽ ശരി, ഞാൻ നാളെ രാവിലെ തന്നെ എത്താം. നീ റെഡിയായി നിൽക്കണേ. ഇതും പറഞ്ഞ് മുയൽ നടന്നു നീങ്ങി. പെട്ടെന്നാണ് മുയലിന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടത്. കരടി ബ്രോ, നിൽക്ക് നിൽക്ക്, അകത്തേക്ക് കയറാൻ വരട്ടെ. എന്താടാ, നിനക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയാണോ? ശബ്ദമുണ്ടാക്കാതെ. നീ ഇത് കണ്ടോ? നിന്റെ ഗുഹയിലേക്ക് ആരോ പോയിട്ടുണ്ട്. തിരിച്ചു പോയ കാൽപ്പാടുകൾ ഇല്ലതാനും. അതിനർത്ഥം ഗുഹയ്ക്കുള്ളിൽ ആരോ ഉണ്ടെന്നല്ലേ? ശരിയാണല്ലോ. നിന്റെ ഗുഹയ്ക്കുള്ളിൽ ആരോ ഒളിഞ്ഞിരിപ്പുണ്ട്. നീ ഇപ്പോൾ തന്നെ അകത്തേക്ക് പോയാൽ അത് അപകടമാണ്. അയ്യോ, ഇനി എന്ത് ചെയ്യും? അതിനെങ്ങനെ പുറത്താക്കും? കിട്ടിപ്പോയി ഐഡിയ. നീ പേടിക്കണ്ട,
കൗശലക്കാരനായ മുയൽ ഉടൻ തന്നെ ഒരു സൂത്രം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അവൻ ഗുഹയ്ക്ക് മുന്നിലേക്ക് നടന്നു ചെന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഗുഹയെ, നിനക്ക് സുഖമല്ലേ? ഈ മുയലിനെന്താ വട്ടായോ? ഇവൻ എന്താ ജീവനില്ലാത്ത ഗുഹയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടാ ഗുഹേ, നീ എന്താ ഒന്നും സംസാരിക്കാത്തത്? നിനക്ക് എന്ത് പറ്റി? ഇന്ന് രാവിലെ പോകുമ്പോഴും നീ എന്നോട് നല്ലോണം സംസാരിച്ചതാണല്ലോ, പിന്നെ ഇതെന്ത് പറ്റി? ഇവൻ വീണ്ടും ഗുഹയോട് സംസാരിക്കുകയാണല്ലോ. ഇനി ഇത് സംസാരിക്കുന്ന ഗുഹയാണോ? ഇനി ഞാൻ ഉണ്ടായിട്ടാണോ ഗുഹ സംസാരിക്കാത്തത്? ഗുഹയ്ക്ക് പകരം ഇനി ഞാൻ സംസാരിച്ചു നോക്കിയാലോ? പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് കയറി വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എന്താ? കരടിക്കുട്ട, ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? ഇതാ കള്ള കുറുക്കനാണ്. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് എന്റെ വീട്ടിൽ കൂടിക്കോ. നമുക്ക് ആനക്കുട്ടനോട് കാര്യം പറയാം, ബാക്കി അവൻ നോക്കിക്കോളും. വാ. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്നും വേഗം തന്നെ ആനക്കുട്ടന്റെ അടുത്തേക്ക് പോയി നടന്ന കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ധൈര്യമായി പോയിക്കോ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മുയലിന്റെ ശബ്ദമൊന്നും പിന്നെ കേട്ടില്ലല്ലോ. ഒന്ന് പുറത്തു പോയി നോക്കാം. ആനക്കുട്ടൻ എന്നെ അനുഗ്രഹിക്കണം. നിന്നെ ഞാൻ അനുഗ്രഹിക്കാമടാ.